ഇപ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ രാജ്യസഭാ പ്രതിനിധിയായിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഏതായാലും ഒരു സംസ്ഥാനത്തെ ഒരു നാടിനെ പ്രതിനിധീകരിച്ചുകൂടെയാണല്ലോ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി നടക്കുന്നു. നമ്മുടെ BCCയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ ജയ്ഷ ആ പരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് കരുതുക. അപ്പൊ ജയ്ഷ പങ്കെടുക്കുന്ന പരിപാടിയിൽ അമിത്ഷാ പങ്കെടുക്കുന്നില്ല. നോക്കുമ്പോൾ എന്താണ്, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പേരിന്റെ പരിപാടിയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ അല്ലെങ്കിൽ ഫലകത്തിലൊന്നും അദ്ദേഹത്തിന്റെ പേരില്ല. അപ്പൊ ജയ്ഷ സ്വാഭാവികമായി ചോദിക്കുകയാണ്, ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ പാർലമെന്റ് മെമ്പറായ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ പേരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരികെ പറയുകയാണ്, നിന്റെ അച്ഛനെ പങ്കെടുപ്പിക്കാനുള്ള പരിപാടിയല്ല ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ അങ്ങനെ പറയൂല. പക്ഷെ RSS നേതാവിന്റെ നിലവാരമാണ് എനിക്കുള്ളതെങ്കിൽ ജയ്ഷ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ജയ്ഷ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ന് മറുപടി പറയണം? കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരാണ് ഞാനെങ്കിൽ മറുപടി പറയും, നിന്റെ അച്ഛനെ പങ്കെടുപ്പിക്കാനുള്ള പരിപാടി അല്ലല്ലോ ഇത് എന്നാണ് ഞാൻ മറുപടി പറയേണ്ടത്. പക്ഷേ ആ രാഷ്ട്രീയമല്ല നമ്മൾ പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ആ നിലവാരവും ആ മറുപടിയും നമ്മൾ പറയില്ല. നമ്മൾ അങ്ങനെ രാഷ്ട്രീയത്തെ വില കുറച്ച് കാണാൻ പാടില്ല. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ അങ്ങയോട് സൂചിപ്പിക്കാനുള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ദേശീയപാതയെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പൊള്ളുന്നത് സ്വാഭാവികമാണ്. കാരണം എന്താണ്, 2014 ഓഗസ്റ്റ് മാസം 14 നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഗവൺമെന്റിന് അയച്ച കത്ത് ഇപ്പോഴും നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ ലഭ്യമാണ്.